പാമ്പിക്കൂടല്ല. ഭയങ്കര ഹലോ ഹലോ, എങ്ങോട്ടായി രാത്രിയില്? ഞങ്ങൾ ഒളിച്ചോടി പോവാ. പോയില്ലെങ്കിൽ എല്ലാരും കൂടി ഞങ്ങളെ തല്ലിക്കൊല്ലും. ഏയ്, നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്യൂല. രാത്രിയും പകലും ഞങ്ങൾ ഇവിടെ കാവല് നിന്നോളാം കേട്ടോ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അതൊന്നും സാരമില്ലടി, എല്ലാം ചെറിയ തമാശകളായിരുന്നു കൂട്ടിയാ മതി. ഏതായാലും അവരും പോയി പ്രശ്നങ്ങളും തീർന്നു. നീ കിടക്ക്. എന്നാലും അവരോട് ഇതൊന്നും വേണ്ടായിരുന്നു. ദേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അവന്മാർക്കിട്ട് നല്ലൊരു ഇടി പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാ എന്റെ സങ്കടം. മതി, കിടന്നുറങ്ങ്. മാടശ്ശേരി തമ്പിയുടെ കഥ ഞങ്ങൾക്ക് കേൾക്കണം. തമ്പിയെ ചതിച്ചതാരാന്ന് ഞങ്ങൾക്ക് അറിയണം. ആ കഥ പറയാതെ നിങ്ങൾ ഈ നാട്ടിൽ പ്രശ്നമൊതുക്കില്ല. എന്റെ ഭഗവതി, ദേ വരുന്നു. അവര് തമ്മിൽ കല്യാണം കഴിച്ചെന്ന് തോന്നണേ. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് കഥ എഴുതിക്കോ. നിങ്ങൾക്കൊരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോ. 22 മണിക്കൂർ ഞങ്ങളുടെ കാവലുണ്ടാവും. 22 23. അകത്തോട്ട് കേറിക്കോ, അകത്തോട്ട് കേറിക്കോ. അല്ല, ഞങ്ങളുടെ മുറി ഇതല്ല, അപ്പുറത്താ. അതെ അതെ, നിങ്ങൾ വെക്കോ, ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം. അവിടെ ആവുമ്പോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇരുന്ന് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്ന് എഴുതിക്കോ, ഞങ്ങൾ ചുറ്റും ഉണ്ടാവും. അത് വേണ്ട ചേട്ടാ. ക്ലോസ് ദി ഡോർ. ഓക്കേ, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കേ. ഹാർമോണി ഇരിക്കുക, തബല ഇരിക്കുക, ആ ചിരട്ടത്തലേനെ അവിടെ ഇരിക്കേ. ആരും ഉറങ്ങ. അനന്തര ബഹുമതി എല്ലാം നീ ഒരുത്തനായിട്ടാ. നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കുട്ടിക്കളിയല്ല, അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് തീ കൊടുക്കടി ആമിട്ടെ. എന്നാ തീപ്പെട്ടി എടുത്തോണ്ട് വരട്ടെ. എന്റെ ദൈവമേ, നാട് മുഴുവൻ പാലത്തറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ നിർത്തിയിരിക്കുക. അവരിവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ. ഇതിലിപ്പോ ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ തന്നെ പറയാം എല്ലാരോടും, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇനി നേരെ പറഞ്ഞാലൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്പം വളഞ്ഞ വഴി നമുക്ക് എന്തെങ്കിലും ആലോചിച്ചാലോ? വളഞ്ഞ വഴി എന്തെങ്കിലും അറിയോ? ഇല്ല. നീ മിണ്ടരുത്. ഈ കുട്ടിത്തേവാങ്ങളുടെ തല മുഴുവൻ അതല്ലേ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, അവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ ദൈവമേ, ആലുവാ ശിവരാത്രിക്ക് പോലെ ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട്, മൂത്രം. ആരാത്? ആ കഥാപ്രസംഗക്കാരവിടെ? അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണേ രപ്പേ. ഇങ്ങോട്ട് വരണ്ട. എങ്ങനെ കഥ ഓർന്നു? ആരുമില്ല, ഓടിക്കോ. ഇവന്മാരെവിടെ പോയി? വീണ്ടും ഇതിനകത്ത് തന്നെ വന്നു വിട്ടോ. എന്താ ഒക്കെ റെഡി? ഒക്കെ റെഡി. രണ്ടാളും ചാക്കിലേക്ക് കയറിക്കോ. നല്ല രസാ. ഒക്കെ ഈ പെൺകുട്ടികളുടെ ബുദ്ധിയാണ്. മനസ്സിലായിടി, ചാക്കി കെട്ടി പുഴയെത്താത്താനുള്ള പരിപാടിയാണല്ലേ. നിന്റെയൊക്കെ തന്തമാരെ പിടിച്ച് കേട്ടടി ചാക്കിനകത്ത്. കഥാപ്രസംഗക്കാരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞൂടാ. പരിപാടി ലേശം കുറഞ്ഞാൽ ഇന്നേ വരെ കേരളത്തിൽ ഒറ്റക്കാതെങ്കിലും ചാക്കി കയറുന്ന ഗതികേട് വന്നിട്ടില്ലടി പുല്ലേ. എടാ, നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലടാ പുല്ലേ. പിള്ളച്ചേട്ടാ, ഇവളുമാരെ ഒന്നിനെ വിശ്വസിക്കരുത്. ഒക്കെ ചതിയത്തികളാ. അതെ, ഒന്നിനെ. എടോ, വീടിന് ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇതിനകത്ത് കേറിക്കോ. മക്കളെ, ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയണത്? മംഗളകാര്യത്തിനായാലും മനോരമ കാര്യത്തിനായാലും ചാക്കി കയറാൻ പറ്റില്ല. ചാക്കി കയറാ. ചാക്കി കയറാൻ നിങ്ങളൊക്കെ പറയുമ്പോ ചാക്കി കയറാൻ ഞങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ചാക്കി കയറാ. ചാക്കവിടെ
ആ ചരട് തന്നെ ഇതെന്താ മുളക് ചാക്ക ചാക്കോക്ക് നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു താടിയും കൂടിയാണ് വെക്കാനില്ല. അത്ര സ്ഥലത്ത് വൃത്തിയോട് മാറിക്കിട്ടേ ശവപ്പെട്ടി മൂടറി. ഇതിനകത്ത് ഓക്സിജൻ കിട്ടുന്നില്ല. തുറന്നിരിക്കട്ടെ, സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ. ഹലോ സർ. എന്താടി ചാക്കിനകത്ത് പോലും ഒരു സ്വസ്ഥത തരില്ല അല്ലേ? ഇതാ എന്താ റോസ്, അറിയില്ലേ? അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. മുളക് പൊടിയോ അതോ ഉറുമ്പ് പൊടിയോ? ഏയ് ഒന്നുമില്ല. ഇതിലേ ശരിക്കും സ്നേഹത്തിന്റെ ഗന്ധമുണ്ട്. ദേ ഗീത് തന്നാ. ആ ചാക്ക പൊക്ക് പൊക്ക്. ഹലോ, ഇതിനകത്തോട്ട് കേറുന്ന ഒരാൾക്കൂടെ ദേ, സ്ഥലമുണ്ട്. നീ കിന്നാരം പറയാണ്ട് ആ ചാക്കിന്റെ ഡോർ അടക്കടി. നീ തൊരപ്പം മാളത്തിൽ നോക്കണ പോലെ വിളിക്കണ്ട നോക്കണേ. ആ, വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. ഇങ്ങോട്ട് പോടാ. എന്റെ തന്തയ്ക്ക് വിളിച്ചേച്ച് അവൻ അവിടെ പോയടാ. അവൻ അവിടെ കണ്ടില്ല വർക്കിച്ചേട്ടാ. ഇതിനു മുമ്പ് അവൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാണ് അവൻ? അറിയില്ല. ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ്. കണ്ടില്ലേ, നെഞ്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു. അവൻ മുങ്ങീന്ന്. നോക്കി നിൽക്കാതെ പോയി മുങ്ങി തപ്പടാ. കാല് പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെച്ചോ ഇനിയൊരു പടിയുണ്ട്. കാല് പൊക്കി വെക്കണ്ട ഇനി പടിയില്ല. അയ്യോ വണ്ടി കയറ്. വണ്ടിയുടെ ഡോർ എവിടെ? വണ്ടിക്ക് ഡോറൊന്നുമില്ല. കാറിനേക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ. ട്രെയിനിൽ ബെർത്ത് കേട്ടിട്ടില്ലേ? അത് തന്നെയാണിത്. ഇത് ടി വരെ ചെക്ക് ചെയ്യൊന്നും ഉണ്ടാവില്ല. കിടന്നോ കേറി കിടന്നു. ഏയ് ഒരാളവിടെ പോയി. ദേ അവിടെ. അപ്പം മറ്റോനോ? ദേ ഇവിടെ നിക്കണോ? അപ്പം മറ്റേ പോയി. ദേ അവിടെ കിടക്കണോ? അപ്പൊ നിനക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടെ? നിങ്ങൾ ചിരിക്കുന്നു വേണ്ട. നിങ്ങൾ വന്നു തുടങ്ങിയത് എന്റെ കഷ്ടകാലം. വാ മോനെ വാ. ആ വാ മോനെ, ഇവിടെ കയറി കിടന്നോട്ടാ. സുഖമായിട്ട് കിടന്നോ. ആ എന്താ ഈ ഞാണ്ട് ഇറക്കണത്? അത് കാല. എന്നാ പിന്നെ അത് കയറ്റി വെക്കി. രണ്ടാളും ഇല്ലേ? ആ രണ്ട് തലയുണ്ട്. ആ തള്ളിക്കോ. ഹെ? ഇതെന്താ അങ്ങോട്ട് പോണ? ഇതെന്താ അങ്ങോട്ട് പോണത്? ആ ഈ വണ്ടിയുടെ തല ആരാ അവിടെ കൊണ്ടുവച്ചത്? വലിക്കടാ. ഒന്ന് തള്ളു. ആ ഓ, എന്തൊരു മുട്ടിഞ്ഞ കനത്. വന്നപ്പോ മുതൽ തുടങ്ങിയതല്ലേ ഫുഡ് റെഡിയായോ ഫുഡ് റെഡിയായോന്ന്. അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ? എന്താ വണ്ടി നിർത്തിയത്? ദേ നോക്കിയേ, ഏ? കരാട്ടെ. എന്താ ചാക്കില്? കുറച്ച് പിണ്ണാക്ക. നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്. ചാക്കില് പിണ്ണാക്കാന്നാ ഞാൻ പറഞ്ഞത്. തലയിലും ചാക്കിലും ഓ വിട്ടാങ്കോ? പിള്ളച്ചേട്ടാ, ദേ ഞാനൊക്കെ വിളിച്ചു പറയൂട്ടോ. വേണ്ട നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികി വന്നില്ലേ, കൊച്ചിൻ ബ്രദേഴ്സ്. അവരാ ഈ ചാക്കിൽ. എന്താ വേണോ? വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ? ഏത് ഈ മുണ്ട? അല്ല ചാക്ക്. ഒറ്റ അടി വെച്ചെന്നാണല്ലോ വലിക്കടാ. എന്റെ പൊന്നേ, പണ്ടാറടങ്ങാനായിട്ട്.